ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് മസൂർ ദാൽ എടുത്ത് ഒരു കുക്കറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ രണ്ടേ രണ്ട് ലെമൺ, അതായത് നാരങ്ങയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം മാത്രം നമ്മുടെ മസൂർ ദാലൊന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലീനാക്കി ചേർത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ മസൂർ ദാൽ തന്നെ വേണമെന്നൊന്നുമില്ല, സാധാരണ തുവരപ്പരിപ്പ് എടുത്താലും മതി. അപ്പോൾ ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിയ 2 നല്ല പഴുത്ത നോക്കി തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ എണ്ണം കുറയ്ക്കരുത്, 2 തന്നെ എടുക്കണേ. അത് ഇതിലേക്ക് അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അതിൻ്റെ മേലത്തെ ഭാഗം നമുക്ക് വേണ്ട, അത് ഞങ്ങൾ ചെത്തി കളഞ്ഞേക്കാം. അങ്ങനെ വലുതായിട്ട് തന്നെ തക്കാളി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസൂർ ദാൽ ആയാലും തുവരപ്പരിപ്പായാലും ഒരുപാട് കൂടണ്ട, ഒരു 3 ടേബിൾ സ്പൂണോളം മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് വേണമെങ്കിൽ കൂട്ടാം, 2 ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഒരു 4-5 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചെറിയൊരു കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പുണ്ടല്ലോ അതാണ് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മല്ലി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് 1 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണൊക്കെ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ചധികം വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 8-9 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ചേർക്കണ്ട, ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കണം, നല്ല സുഖമാണ് കേട്ടോ. തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും ഈ തൊണ്ടവേദനയൊക്കെ എടുത്തിരിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അതാണ്ട് നമ്മുടെ ഇട്ട് കൊടുത്ത ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ മണമൊക്കെ ഒന്ന് അങ്ങോട്ട് വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാണ്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷാക്കി എടുത്തുകൊണ്ട് വരാം. അതാണ്ട് ഞാൻ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാവേ. അപ്പോൾ ഇനി ഞാനൊരു 2 നാരങ്ങയുടെ ജ്യൂസും ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ അതാണ്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ച പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒരു 4-5 വിസിലായിട്ടുണ്ട്. എന്നിട്ട് ആ വിസിലൊക്കെ അതിൻ്റെ സ്റ്റീമൊക്കെ പോയി ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാനൊന്ന് ഓപ്പൺ ആക്കുന്നത്. കണ്ടോ, നന്നായിട്ട് പരിപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെയാണൊന്ന് വേവിച്ചെടുക്കേണ്ടത്. നല്ല പോലെ വെന്ത് കുഴഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ ഒരു സമയം ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനി ഒന്ന് ഉടച്ചും കൂടെ ഒന്ന് എടുക്കണം. തക്കാളിയൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്ന കണ്ടോ. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഞാനൊരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. ഇപ്പോൾ ദാണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും. ഇനി നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. കുറച്ച് പരിപാടികളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ടിരിക്കണം കേട്ടോ. അപ്പം വെള്ളം കുറച്ചധികം അങ്ങോട്ട് ചേർത്ത് കൊടുത്തോളൂ. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളവും കൂടെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം.
ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില ചേർക്കുമ്പോഴാണ് ശരിക്കും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ മല്ലിയിലയും ചേർത്ത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കാര്യം നമ്മൾ പരിപ്പ് വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊക്കെ ചേർത്തത് കൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. ഒരുപാട് നേരമായിട്ട് തിളക്കുകയൊന്നും വേണ്ട. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം തീ ഒന്ന് കുറച്ച് വെച്ചേക്കണേ. എന്നിട്ട് നാരങ്ങയുടെ ജ്യൂസ്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ജ്യൂസും ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ രസമാണ് കേട്ടോ. ലെമൺ രസമാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖമാണ് കേട്ടോ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്കിനി ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഞാൻ. അപ്പോൾ ദാണ്ട നമ്മുടെ അടിപൊളി രസമാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ രസം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇത് ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കഴിച്ചാൽ മതി. ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് മുങ്ങ ഭാഗത്തിനങ്ങോട്ട് ഒഴിക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാം. ഇനി അങ്ങോട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.